രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ ബീഹാറിലും ഒഡീഷയിലും പ്രതിപക്ഷ സഖ്യത്തിന് വലിയ തിരിച്ചടി നൽകി എൻ.ഡി.എ സഖ്യം നിർണായക വിജയം സ്വന്തമാക്കി. ബീഹാറിലെ 5 സീറ്റുകളിലും എൻ.ഡി.എ സ്ഥാനാർത്ഥികൾ വിജയിച്ചപ്പോൾ ഒഡീഷയിൽ പ്രതീക്ഷിക്കാത്ത രാഷ്ട്രീയ നീക്കങ്ങൾ ബി.ജെ.പിക്ക് അധിക നേട്ടം സമ്മാനിച്ചു. പ്രത്യേകിച്ച് കോൺഗ്രസ് എം.എൽ.എമാരുടെ കൂറുമാറ്റം ബി.ജെ.പിക്ക് അപ്രതീക്ഷിത വിജയത്തിലേക്ക് വഴിതെളിച്ചതോടെ ദേശീയ രാഷ്ട്രീയത്തിൽ വലിയ വിവാദമാണ് ഉയർന്നിരിക്കുന്നത്. ജനാധിപത്യത്തെ പണം നൽകി വാങ്ങിയെടുത്തു എന്നാരോപിച്ച് കോൺഗ്രസ് ശക്തമായി പ്രതിഷേധവുമായി രംഗത്തെത്തിയതോടെ വിഷയത്തിൽ രാഷ്ട്രീയ ചൂട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ബീഹാറിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ 5 സീറ്റുകളിലും എൻ.ഡി.എ സ്ഥാനാർത്ഥികൾ വിജയിച്ചത് വലിയ രാഷ്ട്രീയ സന്ദേശമാണ് നൽകുന്നത്. മുഖ്യമന്ത്രി നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള ജനതാദൾ യുണൈറ്റഡും ഭാരതീയ ജനതാ പാർട്ടിയും ചേർന്ന സഖ്യം വീണ്ടും നിയമസഭയിലെ അവരുടെ ശക്തി തെളിയിച്ചുവെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ. തെരഞ്ഞെടുപ്പിന് മുൻപ് പ്രതിപക്ഷ സഖ്യമായ ഇന്ത്യ മുന്നണിയുമായി ശക്തമായ പോരാട്ടം നടത്തുമെന്ന് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും വോട്ടെടുപ്പ് സമയത്ത് പ്രതിപക്ഷ ക്യാമ്പുകളിലുണ്ടായ കലാപം അവരുടെ സാധ്യതകളെ ബാധിച്ചു. പ്രത്യേകിച്ച് രാഷ്ട്രീയ ജനതാദളും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഉൾപ്പെടുന്ന പ്രതിപക്ഷ ക്യാമ്പുകളിൽ നിന്ന് ചില എം.എൽ.എമാർ എൻ.ഡി.എക്ക് അനുകൂലമായി വോട്ട് ചെയ്തുവെന്ന ആരോപണമാണ് ഉയർന്നിരിക്കുന്നത്. ഇതോടെ പ്രതിപക്ഷ സഖ്യത്തിന്റെ ഐക്യം ചോദ്യം ചെയ്യപ്പെടുന്ന സാഹചര്യമാണ് രൂപപ്പെട്ടത്. ആർ.ജെ.ഡി നേതാവും ബീഹാറിലെ പ്രധാന പ്രതിപക്ഷ നേതാവുമായ തേജസ്വി യാദവ് എം.എൽ.എമാരെ ഭീഷണിപ്പെടുത്തിയും വിവിധ വാഗ്ദാനങ്ങൾ നൽകി സ്വാധീനിച്ചുമാണ് എൻ.ഡി.എ വിജയമുണ്ടാക്കിയതെന്ന് ആരോപിച്ചു. തെരഞ്ഞെടുപ്പ് പ്രക്രിയ മുഴുവൻ സംശയാസ്പദമായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം രാഷ്ട്രീയ നാടകങ്ങൾ ഏറ്റവും കൂടുതൽ അരങ്ങേറിയത് ഒഡീഷയിലാണ്. 4 സീറ്റുകളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിയുടെ ഔദ്യോഗിക സ്ഥാനാർത്ഥികളായ മൻമോഹൻ സമൽ, സുജിത് കുമാർ എന്നിവർ എളുപ്പത്തിൽ വിജയിച്ചു. എന്നാൽ ബി.ജെ.പി പിന്തുണച്ച സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ ദിലീപ് റായിയുടെ വിജയം പ്രതിപക്ഷത്തെ വലിയ രീതിയിൽ ഞെട്ടിച്ചു. കോൺഗ്രസ്, ബി.ജെ.ഡി എം.എൽ.എമാർ പാർട്ടി വിപ്പ് ലംഘിച്ച് ദിലീപ് റായിക്ക് വോട്ട് ചെയ്തതാണ് ഈ ഫലത്തിനു പിന്നിലെ പ്രധാന കാരണമായി വിലയിരുത്തപ്പെടുന്നത്. ഈ വിഷയത്തിൽ പ്രതികരിച്ച ഒഡീഷ പി.സി.സി അധ്യക്ഷൻ ഭക്തചാരൺ ദാസ് തന്നെ കോൺഗ്രസ് എം.എൽ.എമാരുടെ കൂറുമാറ്റം സ്ഥിരീകരിച്ചു. ദശരഥി ഗമാങ്, സോഫിയ ഫിർദൌസ്, രമേശ് ജന എന്നീ എം.എൽ.എമാർ പാർട്ടി നിർദ്ദേശം ലംഘിച്ച് എൻ.ഡി.എ പക്ഷത്തിന് വോട്ട് ചെയ്തതായി അദ്ദേഹം വ്യക്തമാക്കി. ഇതോടെ ഒഡീഷയിലെ കോൺഗ്രസ് സംഘടനയ്ക്കുള്ളിൽ തന്നെ വലിയ പൊട്ടിത്തെറിയുണ്ടായി. കൂറുമാറിയ എം.എൽ.എമാർക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കുമെന്ന് കോൺഗ്രസ് നേതൃത്വം മുന്നറിയിപ്പ് നൽകി. മുൻ മുഖ്യമന്ത്രി നവീൻ പട്നായിക്കും തെരഞ്ഞെടുപ്പ് ഫലത്തെക്കുറിച്ച് കടുത്ത വിമർശനവുമായി രംഗത്തെത്തി. വോട്ട് കച്ചവടം നടന്നതായും ജനാധിപത്യ പ്രക്രിയ അട്ടിമറിക്കപ്പെട്ടതായും അദ്ദേഹം ആരോപിച്ചു. ജനപ്രതിനിധികളെ സാമ്പത്തിക പ്രലോഭനങ്ങളിലൂടെ സ്വാധീനിക്കുന്ന പ്രവണത ഇന്ത്യൻ രാഷ്ട്രീയത്തിന് അപകടകരമാണെന്നും അദ്ദേഹം പറഞ്ഞു. തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്നതിന് പിന്നാലെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ബി.ജെ.പിക്കെതിരെ കോൺഗ്രസ് പ്രതിഷേധം ശക്തമാക്കി. എം.എൽ.എമാരെ റിസോർട്ടുകളിലേക്ക് മാറ്റുന്ന റിസോർട്ട് രാഷ്ട്രീയം വീണ്ടും എൻ.ഡി.എ ഉപയോഗിച്ചുവെന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത്. ഭരണഘടനാ സ്ഥാപനങ്ങളെ ദുരുപയോഗം ചെയ്താണ് ഈ വിജയം നേടിയതെന്നും കോൺഗ്രസ് നേതാക്കൾ കുറ്റപ്പെടുത്തി. ഇതേസമയം ബി.ജെ.പി ഈ ആരോപണങ്ങളെ മുഴുവൻ തള്ളി. നിയമസഭയിലെ യഥാർത്ഥ സംഖ്യാബലമാണ് രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചതെന്നും പ്രതിപക്ഷം സ്വന്തം പാളയത്തിലെ ഭിന്നതകൾ മറയ്ക്കാൻ അടിസ്ഥാനരഹിത ആരോപണങ്ങൾ ഉയർത്തുകയാണെന്നും ബി.ജെ.പി നേതാക്കൾ പ്രതികരിച്ചു. രാഷ്ട്രീയമായി നോക്കുമ്പോൾ ഈ വിജയം എൻ.ഡി.എക്ക് വലിയ ആത്മവിശ്വാസം നൽകുന്നതാണ്. അടുത്ത മാസങ്ങളിലായി വിവിധ സംസ്ഥാനങ്ങളിൽ നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് മുന്നോടിയായി ഈ വിജയം സഖ്യത്തിന് വലിയ ഉണർവാണ് നൽകുന്നത്. മറുവശത്ത് സ്വന്തം എം.എൽ.എമാരെ ഒരുമിച്ച് നിർത്താൻ പോലും കഴിയാത്ത അവസ്ഥ കോൺഗ്രസിനും പ്രതിപക്ഷ സഖ്യത്തിനും വലിയ വെല്ലുവിളിയായി മാറിയിരിക്കുകയാണ്. ഇതിനാൽ തന്നെ രാജ്യസഭാ തെരഞ്ഞെടുപ്പിന്റെ ഈ ഫലങ്ങൾ ഒരു സാധാരണ പാർലമെന്ററി നടപടിയുടെ പരിധി കടന്ന് ദേശീയ രാഷ്ട്രീയത്തിലെ ശക്തി സമവാക്യങ്ങളെ സ്വാധീനിക്കുന്ന സംഭവമായി മാറിയിരിക്കുകയാണ്. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിലും പാർട്ടികളിലെ ആഭ്യന്തര ഐക്യം എത്രത്തോളം നിലനിൽക്കുമെന്ന് പരിശോധിക്കുന്ന സൂചനകളായി ഈ ഫലങ്ങളെ പല രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്തുന്നു. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.